ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തതാജ്യം. ഹല്ലേലൂയ. കൃപ വേണമപ്പ റിബബാഷ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നുവരുവാൻ ദൈവം തന്ന എല്ലാ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്രകാരം അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സംഭവങ്ങളാൽ നിറയപ്പെട്ടതായ ഒരു പകൽക്കാലം കൂടെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. കണ്ണിൻ്റെ കൃഷ്ണപ്പണി പോലെ പരിപാലിച്ചു. ഈ വൈകിയ സമയം കാണുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈദ്യസമയത്തിനായി സ്തുതിക്കുന്നത്. ഈ വൈദ്യസമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേൽ വളരെ ദൈവ സാന്നിധ്യം വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണമേ. അല്ലെങ്കിൽ അനേകരുടെ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണമേ. അഭിഷിക്തദാസി അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം, ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ അനുഗ്രഹിക്കണം. കർത്താവെ, വലിയ ദൈവപ്രവൃത്തി കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പ. ഹല്ലേലൂയ. വചനം സംസാരിക്കേണ്ടുണ്ടെന്ന് സംസാരിപ്പാൻ കൃപ ചെയ്യുമാറാകണമേ. തടസ്സങ്ങളെ മാറ്റണം. ദൈവപ്രവൃത്തി കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കാല സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഹല്ലേലൂയ വൈകിയ സമയം കൂടെ നമുക്ക് ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന ആ വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മൾ ദൈവം പരിപാലിക്കുന്നു ശത്രുക്കളുടെ മധ്യത്തിൽ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ മറച്ചുകൊണ്ട് പരിപാലിക്കുന്നു. ആ പരിപാലനത്തെ ഓർത്താൽ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? നമ്മളെപ്പോലുള്ള അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ അനർത്ഥങ്ങളിലും ആപത്തുകളിലും അപകടങ്ങളിലും ആയിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് നമ്മെ പരിപാലിച്ച് അബദ്ധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. സ്തോത്രം സ്തോത്രം. അല്പസമയം ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് അല്പസമയം സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകുകയില്ല പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ചെയ്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുമ്പോൾ നാം ദൈവത്തെ വാഴ്ത്തുന്നവരും സ്തുതിക്കുന്നവരുമായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം വൈകിയ സമയത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇപ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം. യഹോവേ, നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെടും. യഹോവേ, നിന്റെ വലം കൈ ശത്രുവിനെ തകർത്ത് കളയും. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിനെ തകർക്കുന്ന വലം കൈ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. യഹോവേ, നിന്റെ വലം കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. സ്തോത്രം. പലപ്പോഴും ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ നാല് പാടൊന്നും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആ വേളയിൽ ആ ഹല്ലേലൂയ എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത് ഓർത്ത് ഹല്ലേലൂയ ഞരങ്ങുമ്പോൾ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു വലങ്കരമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്. ദൈവത്തിൻ്റെ വലങ്കരം അത്ഭുതം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്, സദൃശവാക്യം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. സ്തോത്രം.
വലം കൈയിൽ ദീർഘായുസ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ ആയുസിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ വെച്ച് പട്ടുപോകുമ്പോൾ, അനേകർ ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് ഇല്ലായ്മയായി തീരുമ്പോൾ ഹല്ലേലൂയ ദീർഘായുസ് തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. വലം കൈ, ദൈവത്തിൻ്റെ വലം കൈയിൽ ദീർഘായുസും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. സ്തോത്രം. ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലങ്കരം ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന വലങ്കരമായി നമ്മളിലേക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ചെങ്കടൽ കടന്നതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന് പാടി സ്തുതിക്കുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ പറ്റി അവർ പാടി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത് 6-ാം വാക്യത്തിൽ, 15-ാം അധ്യായം പുറപ്പാട് പുസ്തകം 15:6, യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലം കൈ പല രീതിയിൽ വെളിപ്പെടുമ്പോൾ അതിലൊന്ന് അത് ബലത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ വലം കൈ ഹല്ലേലൂയ ശത്രുവിനെ തകർത്തു കളഞ്ഞു. സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 9-ാം വാക്യത്തിൽ ശത്രു എന്താണ് പറഞ്ഞത്? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. സ്തോത്രം. ജീവിതത്തിന് വിരോധമായി ശത്രു പലപ്പോഴും വെല്ലുവിളിക്കുന്നതായ വെല്ലുവിളികൾ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതൽ പതറാതെ തളരാതെ ഭയപ്പെടാതെ ഹല്ലേലൂയ നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ എത്ര വെല്ലുവിളികൾ ഉയർന്നു വന്നാലും അവിടെ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ഒരു വലം കൈയുണ്ട്. അത് ശത്രുവിനെ തകർത്ത് കളയും. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഹല്ലേലൂയ. എൻ്റെ ആശ, ശത്രുവിൻ്റെ ആശ നമ്മളിൽ പൂർത്തിയാകും എന്ന് ശത്രു പറയുമ്പോൾ, സ്തോത്രം, അല്ലെങ്കിൽ പിന്തുടരുന്നുവെങ്കിലും നമ്മെ പിടിക്കുവാൻ അനുവദിക്കാതെ വണ്ണ്, നമ്മെ തൊടുവാൻ അനുവദിക്കാതെ വണ്ണ് സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പ് ദൈവത്താൽ ഹല്ലേലൂയ നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. സ്തോത്രം. 14-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 24-ാം വാക്യത്തിൽ ശത്രു ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് വിരോധമായി ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു വന്നപ്പോൾ ഹല്ലേലൂയ പ്രഭാത യാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീമ്യരുടെ സൈന്യത്തെ താറുമാറാക്കി. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു ഹല്ലേലൂയ പിന്തുടർന്നു വരികയാണ്, ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ പ്രഭാത യാമത്തിൽ കർത്താവ് ഹല്ലേലൂയ ശത്രുവിനെ ഒന്ന് നോക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രഭാത യാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ഹല്ലേലൂയ. പ്രഭാത യാമം രാത്രിയുടെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സന്ധ്യ മുതൽ പ്രഭാതം വരെയും 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്തോത്രം. 6 മുതൽ 9 വരെ ഹല്ലേലൂയ 1-ാം യാമം രാത്രിയുടെ 1-ാം യാമമാണ്. ആ 1-ാം യാമം എന്ന് പറയുന്നത് ഹല്ലേലൂയ മനുഷ്യർ സഞ്ചരിക്കുന്ന യാമം. ഹല്ലേലൂയ എല്ലാവരും ജോലിക്കൊക്കെ കടന്നു പോയവരാണെങ്കിൽ അവർ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ 2-ാമത്തെ 10 മുതൽ 12 വരെയുള്ള ആ സമയം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ മൃഗങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മൃഗങ്ങൾ ഹല്ലേലൂയ പകൽ സമയം മൃഗങ്ങൾ സഞ്ചരിക്കാതെ പതിയിരുന്നതിന് ശേഷം രാത്രികാലങ്ങൾ മൃഗങ്ങൾ തങ്ങളുടെ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി സഞ്ചരിക്കുന്ന സമയം. 1 മുതൽ 3 മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് പൈശാചിക ശക്തികൾ ശക്തമായി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സമയം. പൈശാചിക ശക്തികൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ വല്ലാതെ ഹല്ലേലൂയ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ ജയിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെയും കടന്നു വന്നേക്കാം. എന്നാൽ എഴുന്നേറ്റിരുന്ന ഹല്ലേലൂയ 3-ാം യാമത്തിൽ 4-ാം യാമത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണോ, എത്ര വലിയ ശക്തികൾ പ്രബലമായാലും അതിന്മേൽ ജയിക്കുവാനുള്ള ഒരു കൃപ നൽകിക്കൊണ്ട് ഹല്ലേലൂയ വിജയം നൽകി മാനിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാമാരംഭങ്ങളിൽ നാം എഴുന്നേറ്റിരുന്ന് നിലവിളിക്കുന്നവരായി തീരണം. സ്തോത്രം. യാമാരംഭങ്ങളിൽ ഹല്ലേലൂയ നാം എഴുന്നേറ്റ് നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ യാമാരംഭങ്ങളിൽ കടന്നു വരുന്ന സകല ഹല്ലേലൂയ നമുക്ക് വിരോധമായി വരുന്ന സകല ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ജയം നൽകുന്ന ഒരു കര നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം.
4 മുതൽ 6 വരെയുള്ള ഹല്ലേലൂയ സമയത്ത് കർത്താവ് യേശു കർത്താവ് പ്രഭാതയാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുന്ന സമയമാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ ആ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ, നിലവിളിക്കുന്നവരെ സന്ദർശിച്ച് അവരുടെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയമാണ് 4-ാം യാമം. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ കഷ്ടപ്പെടുന്നതായ, സങ്കടപ്പെടുന്നതായ, ഭാരപ്പെടുന്നതായ തൻ്റെ മക്കൾ ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ പിന്തുടരുന്നതിനാൽ ഭയപ്പാടുണ്ട്, ഭാരമുണ്ട്. ഹല്ലേലൂയ. മുന്നോട്ട് പ്രകാരം സഞ്ചരിക്കുക, എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന ഭയമൊക്കെയുമുള്ള ആ സമയത്ത് ഹല്ലേലൂയ ശത്രു പിന്തുടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് ആശ വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ ശത്രുവിനെ നോക്കുന്നതായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവോ? പ്രാർത്ഥിക്കുന്ന ദൈവജനമാണോ? പ്രഭാതയാമത്തിൽ വിരോധമായി നിൽക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് മുന്നേറുവാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് മുന്നേറുവാൻ കഴിയുന്നില്ല, ശത്രുവിൻ്റെ കയ്യിൽ ഒരു ഹല്ലേലൂയ വലയ്ക്കകത്ത് കുടുങ്ങിയ ഹല്ലേലൂയ പക്ഷിയെ പോലെ ഹല്ലേലൂയ ഭാരപ്പെടുന്ന അവസ്ഥ, ഹല്ലേലൂയ വിടുവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണോ? നിലവിളിക്കുമ്പോൾ പ്രഭാതയാമത്തിൽ ഹല്ലേലൂയ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്ന ആ കുടുക്കിൽ നിന്ന് വിടുവിക്കുവാനായി കർത്താവ് ഹല്ലേലൂയ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് നോക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ ഒരു ദുഷ്ടന് നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് മിസ്രയീം സൈന്യത്തെ നോക്കി ഹല്ലേലൂയ മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി. ഹല്ലേലൂയ. ഒരു നോട്ടത്തിൽ ഹല്ലേലൂയ ഇപ്പോൾ പിന്തുടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞ ആ സൈന്യത്തിൻ്റെ ഓട്ടത്തെ താറുമാറാക്കി. സ്തോത്രം. ഹല്ലേലൂയ. 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 ആ സൈന്യത്തിൻ്റെ ഓട്ടത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. പിന്തുടർന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് വലിയ തീവ്രതയോട്, വലിയ ശക്തിയോട് ഹല്ലേലൂയ മുന്നോട്ട് ഇറങ്ങി തിരിച്ച് ഹല്ലേലൂയ ഓട്ടത്തെ താറുമാറാക്കിക്കൊണ്ട് രഥചക്രങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി ശത്രുവിന് മനസ്സിലാകത്തക്ക നിലയിൽ ഹല്ലേലൂയ ശത്രുവിന് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ദൈവം തൻ്റെ ജനത്തിന് ജയം കൊടുക്കുന്ന ദൈവമാണ്. തൻ്റെ ജനത്തെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ്, ഉപേക്ഷിക്കാത്ത ദൈവമാണെന്ന് ശത്രു തിരിച്ചറിയത്തക്ക നിലയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഏതെല്ലാം മേഖലകളിൽ സ്റ്റക്കായി നിൽക്കുന്നുവോ, ഏതെല്ലാം മേഖലകൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്നുവോ അവിടെയൊക്കെയും പ്രവർത്തിപ്പാൻ ഉള്ളവനാണ് ദൈവം. സ്തോത്രം. എവിടെയാണ് ശത്രു പ്രവർത്തിക്കുന്നത്, ആ ശത്രുവിനെ പ്രവൃത്തിയെ കണ്ടറിഞ്ഞുകൊണ്ട് നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഹല്ലേലൂയ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത മേഖലയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. സ്തോത്രം. ശത്രു തന്നെ പറയുകയാണ് ഹല്ലേലൂയ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇനി നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല, നാം വിട്ടു ഓടിപ്പോകണമെന്ന് പറഞ്ഞ് അവർ പിന്തിരിയുവാനിടയായിത്തീരുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 27-ാം വാക്യത്തിൽ മോശ കടലിന്മേൽ കൈനീട്ടി, പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമർ അതിനെതിരായി ഓടി. യഹോവ മിസ്രയീമരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് അവർ പിന്തിരിഞ്ഞു ഓടുമ്പോൾ ഹല്ലേലൂയ മോശയോട് ഹല്ലേലൂയ കൽപ്പിക്കുകയും മോശ പുലർച്ചയ്ക്ക് കടൽമേൽ കൈനീട്ടുകയും ചെയ്തപ്പോൾ സ്തോത്രം പൂർവ്വസ്ഥിതിയിലേക്ക് കടൽ വരികയും ശത്രു ഹല്ലേലൂയനെ വെള്ളത്തിൽ തള്ളിയിട്ടുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ശത്രുവിനെ ഇല്ലാതാക്കി തീർത്തു. ഇനി ഒരിക്കലും പിന്തുടരാതെ വണ്ണം, ഇനി ഒരിക്കലും ഹല്ലേലൂയ തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ആക്രമിക്കാതെ വണ്ണം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങൾ നാം ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ കരയുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഏത് വിഷയത്തിലാണ് ഹല്ലേലൂയ ഭാരമനുഭവിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ വലം കൈ നീട്ടി പ്രവർത്തിക്കുന്ന ദൈവം,
വലം കൈയാലുള്ള പ്രവൃത്തി കാണത്തക്ക നിലയിൽ, സ്തോത്രം, ശക്തമാറിയ ദൈവപ്രവൃത്തി കാണത്തക്ക നിലയിൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെടും, യഹോവേ നിന്റെ വലം കൈ ശത്രുവിനെ തകർത്ത് കളയും. ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു കർത്താവാണ്. സ്തോത്രം, കർത്താവിൻ്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നതാണ്, അത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ്. ആ വലം കൈ ഹല്ലേലൂയ അടങ്ങിയിരിക്കുന്ന വലം കൈയല്ല. സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പത്രോസും യാക്കോബും ഹല്ലേലൂയ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. വലം കൈയെ പറ്റി നാം നോക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വലം കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞതായി ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ വലം കൈ ശത്രുവിനെ തകർക്കുന്ന വലം കൈയായി പ്രവർത്തിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി മുറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ജന്മന ഹല്ലേലൂയ പിറവിയിലെ ഹല്ലേലൂയ നടക്കുവാൻ കഴിയാത്തവനായ ഒരു വ്യക്തി ഇരിക്കുകയാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു, അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ ഇരുന്നു. ഹല്ലേലൂയ. ഭിക്ഷയാചിപ്പാനായിട്ട് മുടന്തന് ഗർഭം മുതൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ വണ്ണം ബാക്കി എല്ലാ കാര്യത്തിലുണ്ട്. കേൾക്കും, കാണും, വർത്താനം സംസാരിക്കും, കൈകൾ ചലിപ്പിക്കും, എല്ലാം ഉണ്ടെങ്കിലും നടക്കുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന അനുഭവം. ആ വ്യക്തിയെ ചുമന്നുകൊണ്ടാണ് ആൾക്കാർ കടന്നു വരുന്നത്. എവിടെ? സുന്ദരം ഗോപുരത്തിൻ്റെ മധ്യ വാതുക്കൽ കൊണ്ടിരുത്തിക്കഴിഞ്ഞാൽ ആ ആലയത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് അല്ലെ ഭിക്ഷ ചോദിച്ചാൽ എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ആശയോടെ ഇരുത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഈ വ്യക്തിയിൽ കാണുവാൻ കഴിയുന്നത്. വർഷങ്ങളായിട്ട് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സമയത്താണ് പത്രോസും യോഹന്നാനും കൂടെ ഹല്ലേലൂയ ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചത്. ഹല്ലേലൂയ. ദൈവദാസന്മാർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഭിക്ഷ ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നോക്കുമ്പോൾ പത്രോസ് ഹല്ലേലൂയ യോഹന്നാനും പോകുമ്പോൾ ഭിക്ഷ ചോദിച്ച വ്യക്തി എന്തുകൊണ്ടാണ് ഭിക്ഷ ചോദിക്കുന്നത്, കാരണം എന്താണെന്ന് അറിയുവാനായിട്ട് ഉറ്റുനോക്കുവാനിടയായി തീർന്നു. ഉറ്റുനോക്കിയപ്പോൾ ഹല്ലേലൂയ ഈ വ്യക്തിയുടെ കാരണം മനസ്സിലായി. ഇവന് എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല, നടക്കുവാൻ കഴിയുകയില്ല, മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല ഹല്ലേലൂയ എന്നുള്ള കാര്യം മനസ്സിലാകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നടക്കുവാൻ കഴിയാത്ത രീതിയിൽ ശത്രു ഹല്ലേലൂയ ഇരുത്തുന്ന അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് പോകരുതാണ് ശത്രു തൻ്റെ ദൈവജനത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്നത്. മുന്നോട്ട് പോകരുത്, അഭിവൃദ്ധി പ്രാപിക്കരുത്, ഹല്ലേലൂയ നന്മ പ്രാപിക്കരുത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സകല മേഖലകളെ ബ്ലോക്കാക്കി വെക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ ഉറ്റുനോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ പ്രഭാതയാമത്തിൽ ഇസ്രായേൽ മക്കളുടെ ആ ഹല്ലേലൂയ ശത്രുവിന് നിന്നവരെ പ്രഭാതയാമത്തിൽ നോക്കിയപ്പോൾ ഓട്ടം താറുമാറാക്കി. സ്തോത്രം. അതേ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാ പൂർണ്ണനായി ആ വ്യക്തിയെ ഉറ്റുനോക്കുവാനിടയായി തീർന്നു. ഉറ്റുനോക്കിയപ്പോൾ മനസ്സിലായത് ഹല്ലേലൂയ അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. രണ്ടുപേരുടെയും നോട്ടം ഒരുപോലെയായി. പത്രോസ് നോക്കുന്നത് ഈ വ്യക്തി എഴുന്നേൽക്കാത്തതിൻ്റെ കാരണമാണെങ്കിൽ ഹല്ലേലൂയ ഈ മുടന്തനായ വ്യക്തി പത്രോസിനെ നോക്കുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരിനേക്കാൾ ഹല്ലേലൂയ ഇന്നലെ തന്നവരേക്കാൾ അല്പസമയം മുൻപ് തന്നവരേക്കാൾ അധികമായി വല്ലതും കിട്ടും എന്ന ആശയോടെയാണ്. ഹല്ലേലൂയ ഒരാശയുണ്ട് ഈ വ്യക്തിക്ക്. സ്തോത്രം. ആശ നഷ്ടപ്പെട്ടുകൊണ്ടല്ല നോക്കുന്നത്, വല്ലതും കിട്ടും.
ഹല്ലേലൂയ മറ്റുള്ളവരെക്കാൾ ഉപരിയായി ഹല്ലേലൂയ വല്ലതും കിട്ടും. ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായിട്ടല്ല നോക്കുന്നത്, ഒരു പ്രതീക്ഷയോടാണ് നോക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ നോട്ടത്തിൻ്റെ പിന്നിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ വ്യക്തി ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായുള്ള ഒരു പ്രതീക്ഷയാണ് അവന് ലഭിക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ വ്യക്തി ഉറ്റുനോക്കിയപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് തരുവാൻ പലരും നിനക്ക് വെള്ളിയും പൊന്നും തന്നു കാണും, എന്നാൽ എനിക്ക് തരുവാൻ വെള്ളിയോ പൊന്നുമോ ഇല്ല. സ്തോത്രം. എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ. എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്തോത്രം. എന്താണ് എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഹല്ലേലൂയ. എനിക്കൊരു നാമമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും മേലായ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം, ആ നാമമാണ് യേശു കർത്താവിൻ്റെ നാമം. യേശു കർത്താവിൻ്റെ നാമം വഹിക്കുമ്പോൾ ഹല്ലേലൂയ അസാധാരണമായ ഹല്ലേലൂയ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്നു. യേശു കർത്താവിൻ്റെ നാമമായി നിൽക്കുമ്പോൾ ശത്രുവിനെ ജയിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ എവിടെയാണ് പ്രവർത്തന രഹിതമായത്, അത് പ്രവർത്തന പദവിയിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമം ഹല്ലേലൂയായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അസാധാരണമായ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനായി ആ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. യേശു കർത്താവിൻ്റെ നാമം എല്ലാ നാമത്തെക്കാളും മേലായ നാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മടങ്ങാത്തതായി ഒന്നുമില്ല. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ നാമം ഏറ്റുപറയുന്ന നാമം യേശു കർത്താവെന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് മുടന്തനായ വ്യക്തിയോട് പറയുകയാണ്, ഹല്ലേലൂയ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയതായി ഒന്നുണ്ട്, ആ നാമമാണ് യേശു കർത്താവിൻ്റെ നാമം. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ കീഴടങ്ങാത്തതായ സകലതും കീഴടങ്ങിത്തീരും. ഇന്ന് വരെ ഹല്ലേലൂയ പ്രയാസപ്പെടുത്തുന്നതായ മേഖലയാണോ, ഹല്ലേലൂയ ഇന്ന് വരെ ഏതെല്ലാം മേഖലയിലൂടെ കഷ്ടതകൾ അനുഭവിച്ചു പോകുന്നു, മുന്നോട്ട് പോകുമ്പോൾ കഷ്ടതകൾ എന്ന കഠിന ശോധനയാണോ, അതിൻ്റെ മധ്യത്തിൽ ജയമെടുക്കത്തക്ക നിലയിൽ കഷ്ടതയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകത്തക്ക നിലയിൽ ജയം നൽകുന്ന നാമം യേശു കർത്താവിൻ്റെ നാമം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഹല്ലേലൂയ എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ വലം കൈക്ക് പിടിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നസ്രേനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. യേശു കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ മുടന്തനായ വ്യക്തി ഹല്ലേലൂയ അമ്മയുടെ ജനിച്ചപ്പോൾ മുതൽ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു. ജനിച്ചതിന് ശേഷം നടന്നിട്ടേ ഇല്ല. അപ്രകാരം നടക്കാതെ ഇരുന്ന ആ വ്യക്തിയുടെ കൈക്ക് പിടിച്ചപ്പോഴത്തേക്കിന് യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ആ വ്യക്തിയുടെ ഹല്ലേലൂയ തളർന്നിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായിത്തീരുകയും ഹല്ലേലൂയ ക്ഷണത്തിൽ കുതിച്ചുയർന്നു. സ്തോത്രം. ക്ഷണത്തിൽ, പിന്നീടല്ല. ആ യേശു കർത്താവിൻ്റെ നാമം പറഞ്ഞ് ആ ക്ഷണത്തിൽ തന്നെ ഹല്ലേലൂയ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശു കർത്താവിൻ്റെ ശക്തി, ആ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ അത് ഒരു വലിയ ശക്തിയാണ്. എല്ലാ ശക്തിയേക്കാളും വലിയ ശക്തിയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഭൂതങ്ങൾ അലറി ഓടുന്ന നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുക്കൾക്ക് നിൽക്കുവാൻ കഴിയാത്ത നാമം. സ്തോത്രം. ഹല്ലേലൂയ. ആ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദിൻ്റെ മേൽ യേശു കർത്താവിൻ്റെ ശക്തിയുടെ അഭിഷേകം വ്യാപരിച്ചപ്പോൾ ഹല്ലേലൂയ തൻ്റെ അപ്പൻ്റെ ഹല്ലേലൂയ ആടിനെ തിന്നുകളയുവാനായി കടന്നു വന്ന കരടിയെ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ സിംഹത്തെ കീറിക്കളഞ്ഞു. അപ്രകാരമുള്ള ശക്തി ഹല്ലേലൂയ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹല്ലേലൂയ ഏത് വിരോധമായി എത്ര വലിയ ശക്തി ഉയർന്നാൽ ഇരുത്തിക്കളയുമെന്ന്, ഇനി മുന്നോട്ട് സഞ്ചരിപ്പാൻ കഴിയുകയില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് എത്ര വലിയ പൈശാചിക ശക്തികൾ ഉയർന്നു വന്നാലും അതിനെ കീറിക്കളയത്തക്ക നിലയിൽ, അതിനെ ഇല്ലായ്മ ചെയ്യത്തക്ക നിലയുള്ള ശക്തിയാൽ നിറയ്ക്കുന്ന നാമമാണ് യേശു കർത്താവിൻ്റെ നാമം. സ്തോത്രം.
നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ആ നാമത്തെ നാം ഉയർത്തുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ, എതിരായി വരുന്ന ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. അത് താളടിയായി തീരും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. ശത്രുക്കളെ ചിതറിച്ചു കളയുന്ന നാമം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശത്രുക്കളെ ചിതറിച്ചു കളയുന്ന നാമം. ഹല്ലേലൂയ. ശത്രുവായി ജീവിതത്തിന് മധ്യത്തിൽ ഹല്ലേലൂയ എഴുന്നേൽക്കുവാൻ കഴിയാതെ കൊണ്ട് ഏതെല്ലാം മേഖല ഇരുത്തിയിരിക്കുന്നു, ഭൗതിക വിഷയത്തിൽ മുന്നേറുവാൻ കഴിയാതെ വണ്ണം ഇരുത്തിയിരിക്കുന്നു, ആ മേഖലയിൽ എഴുന്നേൽക്കുവാനായി ഹല്ലേലൂയ വലം കൈ പിടിച്ച് എഴുന്നേൽക്കുന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തിന്റെ ശക്തി വലുതാണ്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ലയോ? ഹല്ലേലൂയ. പ്രയാസങ്ങളെ പ്രശ്നങ്ങളായിട്ട് വല്ലാതെ വലയ്ക്കുന്ന അനുഭവങ്ങളാണോ? അതിന്റെ മധ്യത്തിൽ എഴുന്നേൽക്കത്തക്ക നിലയിൽ പിടിക്കുന്ന ഒരു വരങ്കലമാണ് നമ്മുടെ യേശു കർത്താവിന്റെ വലം കൈ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിടത്ത് ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ ശത്രു തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ശത്രുവിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കളെ മുന്നോട്ട് പോകുവാനിടയാക്കിയ ഹല്ലേലൂയ കരം. ഹല്ലേലൂയ. അതേ നാമത്തിന്റെ ശക്തി ഈ മുടന്തനായ വ്യക്തിയിൽ വെളിപ്പെട്ടപ്പോൾ വലം കൈ കൊടുത്തവനെ പിടിച്ചപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഒരു കാലത്തും എഴുന്നേൽക്കില്ല. ജീവിതാവസാനം വരെ ഇവനെ ചുമന്നുകൊണ്ട് നടക്കണമെന്ന് ചുമക്കുന്നവർ പറയും. ഹല്ലേലൂയ. വീട്ടുകാർ പറയും. ഹല്ലേലൂയ. ജീവിതാവസാനം വരെ ഇവന്റെ ജീവിതം ഇങ്ങനെയാണെന്ന് വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും. എല്ലാവർക്കും പറയാനൊരു വിഷയമുണ്ട്. ഇനി ഇവൻ എഴുന്നേൽക്കുന്നവനല്ല, ഇനി ഇവൻ നടക്കുന്നവനല്ല, ഇവന്റെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറച്ചിലിനെ ഒന്ന് തിരുത്തി പറയത്തക്ക നിലയിൽ ഹല്ലേലൂയ പത്രോസ് വലം കൈ പിടിച്ച് അവനെ ഉയർത്തിയപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിന്റെ ശക്തി അവനെ വ്യാപരിക്കുകയും അവൻ എഴുന്നേറ്റ് നടക്കുവാനിടയായി തീരുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. കുതിച്ചെഴുന്നേൽക്കത്തക്ക നിലയിൽ ആ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന വലങ്കരം. സ്തോത്രം. വലങ്കൈ. ഹല്ലേലൂയ. വലങ്കൈ ഇവിടെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാല് നരിയാണി മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. കുതിച്ചെഴുന്നേറ്റിട്ട് എന്താണ് ചെയ്തത്? നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഇന്ന് വരെ ദേവാലയത്തിൽ കടക്കുവാൻ കഴിയാതെ വണ്ണം ദേവാലയത്തിൻ്റെ പുറത്തിരുന്ന് ദേവാലയത്തിൽ പോകുന്നവരോട് ഭിക്ഷ ചോദിച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവനും ആഗ്രഹിച്ചു കാണണം, എനിക്കും ആലയത്തിൻ്റെ അകത്തൊന്ന് പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവനും ആഗ്രഹിച്ചു കാണാം. മറ്റുള്ളവർ നടക്കുന്നത് പോലെ എനിക്കും ആലയത്തിൻ്റെ അകത്തൊന്ന് പോയി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടാണ് അവൻ ഹല്ലേലൂയ അവൻ്റെ കാലുകൾക്ക് ബലം വന്നപ്പോൾ, അവന് നടക്കുവാൻ ശേഷി വന്നപ്പോൾ അവരോട് കൂടെ അവൻ ദേവാലയത്തിലേക്ക് കടന്നുപോയി തുള്ളിയും കുതിച്ചും കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. സ്തോത്രം. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. സ്തോത്രം. പലരും കാണത്തക്ക നിലയിൽ. സ്തോത്രം. പലരും കാണത്തക്ക നിലയിൽ. ഇന്നലെ വരെ ഹല്ലേലൂയ അല്പസമയം മുമ്പ് വരെ അവൻ ഹല്ലേലൂയ വാതുക്കൾ ഇരിക്കുന്നതാണ് ജനം കണ്ടത്. സ്തോത്രം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ദേവാലയത്തിൽ നടന്നും തുള്ളിയും ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ ജനത്തിന് കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറ്റുനോക്കുന്നവരുടെ മധ്യത്തിൽ കാണത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരണം. ഇന്നത്തെ പ്രതികൂലം, ഇന്നത്തെ പ്രയാസം, ഇന്നത്തെ വിഷമങ്ങൾ, ഇന്നത്തെ ഭാരങ്ങൾ ഹല്ലേലൂയ നമ്മെ ഇരുത്തിക്കളയുന്നതായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വലം കൈ പിടിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവം തന്റെ വലം കൈ നീട്ടി നമ്മെ ഒന്ന് തൊടുമ്പോൾ, നമ്മെ ഒന്ന് പിടിക്കുമ്പോൾ ഹല്ലേലൂയ എവിടെയാണ് ഇരുന്നത് അവിടെ ശക്തി വരികയും കുതിച്ചുയരുകയും നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. വലം കൈയുടെ പ്രത്യേകത നോക്കണമേ. ഹല്ലേലൂയ ദീർഘായുസ് തരുന്ന വലം കൈയാണ്. ഹല്ലേലൂയ. വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈയാണ്. വലം കൈ ശത്രുവിനെ തകർത്ത് കളയുന്ന വലം കൈയാണ്. ഹല്ലേലൂയ. വലം കൈ ജയം തരുന്ന വലം കൈയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
അനവധി പ്രത്യേകതകൾ ദൈവത്തിന്റെ വലം കൈക്കുള്ളപ്പോൾ ഹല്ലേലൂയ നാം ദൈവമായുള്ള ബന്ധത്തെ ഒന്ന് നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം പ്രവർത്തിക്കുമ്പോൾ ജനം കാണത്തക്ക നിലയിൽ ഉറ്റുനോക്കുന്നവർ, പകയ്ക്കുന്നവർ ഹല്ലേലൂയ അസൂയാലുക്കളായി നിൽക്കുന്നവർ കാണത്തക്ക നിലയിലുള്ള പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അവിടെ പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ പ്രകാരമാണ് 16-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങൾ എല്ലാവരും കാണുകയും ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ആ യേശു കർത്താവിൻ്റെ നാമം തന്നെ ഹല്ലേലൂയ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന നാമം തന്നെ ഈ വ്യക്തിയെ ഹല്ലേലൂയ ബലം പ്രാപിപ്പാൻ കാരണമാക്കി തീർത്തു. സ്തോത്രം ഹല്ലേലൂയ. ആ മുടന്തൻ ഹല്ലേലൂയ കുതിച്ചുയർന്നതിന് ശേഷം പലതരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വന്നപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തത്തക്ക നിലയിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ ബലത്തെ വർണ്ണിക്കത്തക്ക നിലയിൽ അത്ഭുതമിട വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. കേവലം ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തിയെ ഈ ദിവസങ്ങൾ നാം അനുഭവിക്കുന്നവരാകണം, ആ പ്രവൃത്തിയെ നാം കാണുന്നവരാകണം. അതിനായി ഹല്ലേലൂയ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രതികൂല പ്രശ്നങ്ങൾ എന്തു തന്നെ കടന്നു വരട്ടെ ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുന്നുകൊണ്ട് ഹല്ലേലൂയ ഈ പ്രതികൂലത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് ഹല്ലേലൂയ ഒരു ചോദ്യചിഹ്നമായിരിക്കാം മുൻപിലുള്ളത്. എന്നാൽ പ്രതികൂലത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവ് ഒന്ന് പിടിക്കുവാൻ തയ്യാറാകുമ്പോൾ പ്രതികൂലങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് വലിയൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 54-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ഉടനെ എഴുന്നേറ്റു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് യായിറോസിന്റെ മകളെ പറ്റിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ അവൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു മരിച്ചു പോകുന്ന പൈതലിനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ പലരും യേശു കർത്താവിനെ കളിയാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് അവരുടെ വാക്ക് കാര്യമാക്കാതെ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക അത്രേ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ യാത്ര ചെയ്യുന്ന അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. 49-ാം വാക്യത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന വാർത്ത, മരിച്ചുപോയി ഇനി ഒരിക്കലും ജീവിക്കാൻ ചാൻസ് ഇല്ല, ഹല്ലേലൂയ അവസരങ്ങളെല്ലാം തീർന്നു പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. സ്തോത്രം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, എന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നു. സ്തോത്രം ഹല്ലേലൂയ. ആ ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നതിന് ശേഷം ഹല്ലേലൂയ അവൻ അവളുടെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാണ്, ബാലേ എഴുന്നേൽക്ക എന്നവളോട് ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. മരിച്ചുപോയി, ഇനി ജീവിക്കുകയില്ല, മുന്നോട്ട് ജീവിതമില്ല, തീർന്നുപോയി, വിധി എഴുതി, ഹല്ലേലൂയ ഇനി അടക്കം ചെയ്താൽ മതി. സ്തോത്രം ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി മുന്നോട്ട് ജീവിതമില്ല, ലോകം വിധി എഴുതി, ഹല്ലേലൂയ സകലരും വിധി എഴുതി, അവസാനിച്ചു, ഇനി ജീവിതമില്ല. സ്തോത്രം. അവിടെ പറയുകയാണ്, സ്തോത്രം ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ രക്ഷപ്പെടും. സ്തോത്രം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്ന് വിശ്വസിക്കുക, ഭയത്തെയെല്ലാം മാറ്റിക്കൊണ്ട് ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? രക്ഷപ്പെടും. സ്തോത്രം. ഇന്ന് വരെ രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് വരെ മറുപടി കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ ഭയപ്പെടാതെ വണ്ണം ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ മറുപടി വരിക തന്നെ ചെയ്യും. നിശ്ചലമായി ഇനി മുന്നോട്ട് പോകുകയില്ല,
ഇനി യാത്രയില്ല, ഹല്ലേലൂയ, ഇനി ശുശ്രൂഷയില്ല, ലോകം വിധി എഴുതിയിരിക്കാം, സ്തോത്രം. എന്നാൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരു ഉയർപ്പ് നൽകുന്ന ദൈവം, സ്തോത്രം. ബാലയുടെ കൈക്ക് പിടിച്ചിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ഉറക്കെ പറഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു, സ്തോത്രം. മരിച്ചുപോയി എന്ന് പറഞ്ഞെടുത്ത്, ഹല്ലേലൂയ, യേശു കർത്താവ് ആ വാക്കിനെ കാര്യമാക്കാതെ ആ പിതാവിനൊരാശ്വാസം പകർന്നുകൊണ്ട് ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഭവനത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെന്ന് ആ പിതാവിൻ്റെ സങ്കടത്തെ അറിഞ്ഞുകൊണ്ട്, ആ ഭവനത്തിലുള്ളവരുടെ, ഹല്ലേലൂയ, ദുഃഖത്തെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എഴുന്നേൽപ്പിക്കുകയാണ്. കൈക്ക് പിടിച്ചപ്പോൾ, ഹല്ലേലൂയ, മരിച്ചത് ജീവനിലേക്ക് തിരികെ വരത്തക്ക നിലയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു, സ്തോത്രം. ഹല്ലേലൂയ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഏകനാമം യേശു കർത്താവിൻ്റെ നാമമാണ്, സ്തോത്രം. ഹല്ലേലൂയ, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം കൈക്ക് പിടിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ പൈതലിന്റെ കൈക്ക് പിടിച്ചപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ മടങ്ങി വരുവാനിടയായി തീർന്നു. ആത്മാവ്, ഹല്ലേലൂയ, ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് മടങ്ങി വരുവാനിടയായി തീർന്നു, സ്തോത്രം. ഹല്ലേലൂയ, യേശു കർത്താവ്. ദൈവത്തിൻ്റെ വലങ്കരത്തെക്കുറിച്ചാണല്ലോ നാം നോക്കിയത്. ഇസ്രായേൽ മക്കളുടെ മേൽ, ഇസ്രായേൽ മക്കൾക്ക് പുറകെ സഞ്ചരിച്ച ശത്രുവിനെ തകർത്ത് കളഞ്ഞ പ്രവർത്തിച്ച വലങ്കരം, ഹല്ലേലൂയ, തകർത്ത് കളഞ്ഞു എന്ന് അവർ പാടുമ്പോൾ തകർത്ത് കളഞ്ഞ് പ്രവർത്തിച്ച ആ വലങ്കരം, സ്തോത്രം. ഹല്ലേലൂയ, അതേ കരം, ഹല്ലേലൂയ, പത്രോസ്, ഹല്ലേലൂയ, മുടന്തനായ വ്യക്തിയിലേക്ക് പിടിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ ശരീരത്തിന്മേൽ നടക്കുവാൻ കഴിയാതെ വണ്ണം ഇരുത്തിയ ആസ്തി നാടി ഞരമ്പുകളിൽ ശക്തി വ്യാപരിക്കുകയും പ്രവർത്തനമില്ലാതെ മരവിച്ച അവസ്ഥയിൽ നാടി ഞരമ്പുകൾ പ്രവൃത്തിയിലേക്ക് കടന്നു വരികയും അവൻ എഴുന്നേൽക്കുവാനിടയായി കുതിച്ചുയർന്നുകൊണ്ട്, ഹല്ലേലൂയ, ദേവാലയത്തിൽ തുള്ളിയും ചാടിയും ജനങ്ങൾ കാണത്തക്ക നിലയിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഇവിടെ നാം നോക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന്, ഹല്ലേലൂയ, ആൾ വന്ന് പറയുകയാണ്, ഇനി ഗുരുവുമായിട്ട്, ഹല്ലേലൂയ, യേശു കർത്താവുമായിട്ട് ഭവനത്തിലേക്ക് വരേണ്ട കാര്യമില്ല, ഹല്ലേലൂയ, ഇനി വന്നിട്ട് പ്രയോജനമില്ല, ഹല്ലേലൂയ, ആ മരിച്ചുപോയി, ഇനി, ഹല്ലേലൂയ, അടക്ക ശുശ്രൂഷ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ഭയപ്പെടരുത്, ഹല്ലേലൂയ, നീ ഭയപ്പെട്ടു പോകരുത്, നീ വിശ്വസിക്കുക, എന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ആ പൈതലിന്റെ കൈക്ക് പിടിച്ചപ്പോൾ ഒരു ഉയർപ്പുണ്ടാകുവാനിടയായി തീർന്നു. അവളിൽ നിന്ന് വിട്ടുപോയി ആത്മാവ് മടങ്ങി വരുവാനിടയായി തീർന്നു, സ്തോത്രം. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലങ്കരം അത്ഭുതം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്. ദൈവത്തിന്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരമാണ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലങ്കരത്തിൽ ദീർഘായുസ്സുണ്ട്, ഹല്ലേലൂയ. നാം ഏത് മേഖലയിലാണ് ഭാരപ്പെടുന്നത്, ഏത് മേഖലയിലാണ് നാം ബുദ്ധിമുട്ടുന്നത്, ആ വലങ്കര ഒന്ന് പിടിക്കുവാൻ, ഹല്ലേലൂയ, നാം തയ്യാറാകുമോ? ഹല്ലേലൂയ, നാം ദൈവത്തോട് അപേക്ഷിക്കുമോ? ദൈവമേ, എൻ്റെ വലങ്കരത്തെ ഒന്ന് പിടിക്കണമേ എന്ന്, സ്തോത്രം. ഹല്ലേലൂയ, നാം പിടിക്കുന്നവരായി തീരണം, നമ്മുടെ വലങ്കരത്തെ ദൈവം പിടിക്കുന്നവരായി തീരണം. അസാധാരണമായ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുക, അസാധാരണമായ വീര്യപ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെട്ടു വരും. അതിനു വേണ്ടിയിട്ട് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ, ശത്രുവിനെ തകർത്ത് കളഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ ഏത് മേഖലയിലാണ് ശത്രു പ്രവർത്തിക്കുന്നത്, ആ മേഖലയെ തകർത്തുകൊണ്ട് ജയം തരുന്ന ദൈവം, ഹല്ലേലൂയ. എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് അവിടെ എഴുന്നേൽപ്പിക്കുന്ന ആ ശക്തി വ്യാപരിക്കുന്ന, ഹല്ലേലൂയ, സാന്നിധ്യത്തെ തിരിച്ചറിയുവാനിടയായി തീരും. എവിടെയാണ് നിശ്ചലമായത്, ആ നിശ്ചലമായ അവസ്ഥയെ ചലിപ്പിക്കുന്നതാക്കി തീർക്കുന്ന ദൈവശക്തി വ്യാപരിക്കുവാനിടയായി തീരും. നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല സന്ധ്യയുടെ യാമത്തിനായി സ്തുതിക്കുന്നു. ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കേട്ട വചന ഇവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, വിജയത്തിന് കാരണമായി തീരണം, ഹല്ലേലൂയ, നിശ്ചലമായതിനെ ചലിപ്പിക്കുന്നതിന് കാരണമായി തീരണം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നത് എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഇരുത്തുന്ന വിഷയങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് എഴുന്നേൽക്കത്തക്ക നിലയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമായി തീരണമപ്പ.
അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ശത്രു ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ആ മേഖലയിൽ ജയം പ്രാപിക്കത്തക്ക നിലയുള്ള ഒരു അത്യന്ത ശക്തി നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ഓരോ മക്കളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മാനസികമായ സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവർ സമാധാനത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ഭൗതികമായ കടഭാരത്തിലെ ഞെരുക്കങ്ങളിലെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവരെ ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മീയമായ ഈ ദിവസങ്ങൾ ഒന്ന് ഉണരേണ്ടതിന് അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അഭിഷിക്ത കർത്തൃദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാരണമാക്കി തീർക്കണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം കർത്താവേ. വലിയതും വിശാലമായ പ്രവൃത്തിയിലേക്ക് പ്രിയപ്പെട്ടവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയരെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിശ്ചലമായതിനെ ചലിപ്പിക്കുവാൻ കഴിവുള്ള വലങ്കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നതിനെ എഴുന്നേൽപ്പിക്കുന്ന വലങ്കരം, ശത്രുവിനെ തകർത്ത് കളയുന്ന വലങ്കരം, പ്രവർത്തിക്കുന്ന വലങ്കരമാകിയാൽ ആ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.